ഏറ്റവും ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ വായനശാലയുടെ പ്രസിഡന്റ്, എൻ്റെ സുഹൃത്തു കൂടിയായ തോമസ് വർഗീസ്, ഇവിടെ യോഗ ഉദ്ഘാടനം ചെയ്ത മുതുകുളത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ്, വേദിയിലും ഷീജ സുനിൽ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞ പോലെ വലിയ സാഹിത്യകാരനൊന്നുമല്ല കേട്ടോ. ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടംപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച് ഞാൻ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. ഞാനിവിടെ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. നിങ്ങൾ എന്നോട് സംസാരിക്കണം കേട്ടോ. ഞാൻ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്തൊരർത്ഥമില്ലല്ലോ. ലോക പുസ്തക ദിനം നമ്മൾ എന്തിനാ ആചരിക്കുന്നത്? അതിൻ്റെ റീസൺ പറഞ്ഞു, ഏതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പുസ്തകങ്ങളെ നമ്മൾ ആദരിക്കുന്നതും അതിനുവേണ്ടി ഒരു ദിനം കൊണ്ടാടുന്നതും? പുസ്തകങ്ങൾ വായിക്കാനും അറിയാനും. എത്ര കാലം ഈ പുസ്തകങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇപ്പം തന്നെ നമുക്ക് വായന കുറവല്ലേ? ഇവിടെ നേരത്തെ സാറ് ചോദിച്ച് എത്ര പേർക്ക് സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൈ പൊക്കിയവരുടെ എണ്ണം വളരെ കുറച്ചായിരുന്നു. അപ്പം അതിനർത്ഥം തന്നെ നമ്മുടെ വായന ഒരിച്ചിരി കുറവാണെന്നല്ലയോ? വായിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താ? പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകത്തേ ഉള്ളൂ. അക്ഷരം പഠിച്ചാൽ നമ്മൾ സാക്ഷരനാവും. അക്ഷരം പഠിച്ചില്ലെങ്കിലോ? ഇതും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ സാക്ഷരൻ തിരിഞ്ഞീടിൽ രാക്ഷസനായിടും. രായും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്താവുന്നേ? രാക്ഷസന്മാരാവും. അപ്പം അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് പുസ്തക ദിനത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണുക. ഞാൻ ഈ പുസ്തകങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞത്, ഇന്ന് നമ്മുടെ വായന കുറവാണ്. വായന കുറവായതിന് കാരണം നിങ്ങൾ വായിക്കാത്തതോ നിങ്ങൾ അറിയാത്തതോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആധുനികമായ മാധ്യമങ്ങളുണ്ട്, മൊബൈലുണ്ട്, ടി വി ഉണ്ട്. എന്തിനാ ഒത്തിരി വായിക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ? ആ ധാരണ തെറ്റാണ്. ടി വിയിലും മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ. സിനിമാക്കാരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിമുകൾ നിർമ്മിക്കുന്നവരോ എന്തോ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവർ ഇന്നും വായിക്കുന്നവരാണ്. വായന കൊണ്ട് മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഉന്നതിയിൽ എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബഷീറിൻ്റെ കഥാപ്രപഞ്ചം. നേരത്തെ ഒരു താക്കീത് തന്നിരുന്നു, അരമണിക്കൂർ കൂടുതൽ അങ്ങോട്ട് പോകരുത്, കാരണം നമ്മുടെ ചൂട് കാലമാണ്. കുട്ടികളെ വൈകി വിട്ട് കഴിഞ്ഞാൽ വെയിലുമൊക്കെ കൊണ്ട് പൊരിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം ബഷീറിൻ്റെ കഥാപ്രപഞ്ചത്തിലൂടെ കയറാനാണ്. ബഷീറിൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ ഈ കഥകൾ വായിക്കുന്നേ? സത്യസന്ധമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പോരെ? എന്തിനാ കഥകൾ? പറയാം, ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തിനാ നമ്മൾ കഥകൾ വായിക്കുന്നത്? മോടെ പേരെന്തോ? വൈക. വൈക എന്തിനാ കഥ വായിച്ചിട്ടുണ്ടോ? ഒത്തിരി കഥകൾ വായിച്ചിട്ടുണ്ടോ? ആരുടെയൊക്കെ വായിച്ചിട്ടുണ്ട്? ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. എന്തിനാ നമ്മൾ കഥകളൊക്കെ വായിക്കുന്നത്? കഥയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. ഈ കഥയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ്, ജീവന്റെ ശക്തിയാണ്. നിങ്ങൾ ഈ ആധുനിക സാഹിത്യമൊക്കെ പറയുന്ന ആദ്യം എന്നാ ചെറുകഥ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജപ്പാനിലാണ് ഉണ്ടായെന്നൊക്കെയാണ് ചെറുകഥ ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനും എത്രയോ മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചതന്ത്ര കഥകളെന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാ പഞ്ചതന്ത്ര കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ആരാ എഴുതിയത്? പഞ്ചതന്ത്ര കഥകൾ എഴുതിയത് ആരാ?
വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരാളാണ്. എന്തിനാ എഴുതുന്നറിയോ? ഒരു രാജാവ്, പണ്ടത്തെ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ്, ഭരിക്കുന്ന ആൾക്കാരാ. അവരുടെ അടുത്ത തലമുറ ഭരിക്കേണ്ടത് അവരുടെ മക്കളാണ്. ഇന്നത്തെ പോലെ ജനാധിപത്യമൊന്നുമില്ല. രാജാവിൻ്റെ മോൻ അടുത്ത രാജാവ് ആകും. രാജാവ് കിഴങ്ങനാണെങ്കിൽ ജനങ്ങളുടെ കാര്യം കട്ടപ്പുക ആണല്ലോ. അപ്പം നല്ല മക്കളാണെങ്കിൽ മാത്രമേ നല്ലപോലെ അവരെ അതിന് ചെറുപ്പം മുതലേ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും വളർത്തിക്കൊണ്ട് വരികയും ചെയ്തെങ്കിൽ മാത്രമേ നാളെ രാജ്യം ഭരിക്കുന്ന ഒരു നല്ല രാജാവായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് രാജാക്കന്മാർ ഇങ്ങനെ ശ്രമിക്കും. ഈ രാജാവ് നല്ലൊരു രാജാവായിരുന്നു കേട്ടോ. പക്ഷെ മക്കൾ രണ്ടുപേര് ഉള്ളത് മഹാപേശകായിരുന്നു. ഈ പറഞ്ഞ പോലെ അക്ഷരം വായിക്കത്തില്ല, പുസ്തകം വായിക്കത്തില്ല. അന്ന് പുസ്തകമില്ലെങ്കിലും പഠനമൊക്കെ ഉണ്ട്. ഇതിനൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാരാണ്. ഒരു രാജ്യം ഭരിക്കേണ്ട ആൾക്കാരില്ലയോ? ഞാൻ ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാം കേട്ടോ. നമ്മൾ തമ്മിൽ ഒന്ന് വർത്തമാനമൊക്കെ പറയണം. അപ്പൊ അങ്ങനെ വന്നപ്പം രാജാവ് ആകപ്പാടെ വിഷമിച്ചു. അവിടെ ഈ രാജകൊട്ടാരത്തിലൊക്കെ സാഹിത്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കും. അവിടുത്തെ ഒരു കഥാകാരനായിരുന്നു വിഷ്ണു ശർമ്മൻ. അയാളോട് പറഞ്ഞു, എൻ്റെ മക്കളെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഒന്നുകിൽ ഗുരുകുലത്തിൽ പോകണം, അല്ലെങ്കിൽ ഗുരു ഇങ്ങോട്ട് വരും. ഇപ്പോഴും ഗുരുകുലത്തിലാ. ഇപ്പോഴും നിങ്ങൾ പോകുന്ന ഗുരുകുലത്തിലല്ലേ? അതിൻ്റെതായ ഒരു വലിപ്പമുണ്ട്. അപ്പം ഈ വിഷ്ണു ശർമ്മൻ പറഞ്ഞു, ഞാൻ അവന്മാരെ റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു ശർമ്മന് ഒരു ദിവസം ഇവരെ വിളിച്ചിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന പോലെ സിംഹവും പുലിയും ആനയും കരടിയും മനുഷ്യനും ഒക്കെ ഉൾപ്പെട്ട കഥയായിരുന്നു. ആദ്യത്തെ ദിവസം കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മാമ നാളെയും വന്ന് കഥ പറയണമെന്ന് പറഞ്ഞു. ഓ പറയാം. പിറ്റേന്ന് പുള്ളി വേറൊരു കഥയുണ്ടാക്കി. അങ്ങനെ ആ കഥ തുടർന്നു. ആയിരക്കണക്കിന് കഥകൾ തുടരുകയും ആ കഥകളിലൂടെ ഇവർ നല്ല പൗരന്മാരായി മാറുകയും ചെയ്തു. പൗരന്മാരല്ല, ഇവർ നല്ല രാജകുമാരന്മാരായി, പിന്നീട് നല്ല ഭരണകർത്താക്കളുമായി. ആ കഥയുടെ ശക്തി മനസ്സിലായോ? ഒരു ജീവിതത്തിന്റെ ശക്തിയാണ്. അറബിക്കഥകളെന്ന് കേട്ടിട്ടുണ്ടോ? അറബിക്കഥകൾ, നിങ്ങൾ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അറബിക്കഥകൾ കേട്ടിട്ടില്ലേ? 1001 രാവുകൾ എന്ന പേരിൽ ആലിബാബയുടെ കഥ കേട്ടിട്ടുണ്ടോ? അല്ലാഡിൻ, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മുക്കുവനെ സ്നേഹിച്ച ഭൂതം കേട്ടിട്ടില്ല? 1001 രാവുകൾ എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള അറബിക്കഥകൾ, പ്രാചീന അറേബ്യൻ രാജ്യത്തുണ്ടായ കഥയാണ് അറബിക്കഥകൾ. ഇപ്പം കഥ പറഞ്ഞിട്ട് പോലും അത്ര ഒരു ഇത് പോരാ അല്ലയോ? ചൂട്. വിഷ്ണു ശർമ്മൻ ചെയ്തതിനേക്കാൾ വലിയ പണി ഇപ്പൊ ഞാൻ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അറബിക്കഥകൾ ഉണ്ടായത് പണ്ട് ഈ ഇന്ത്യയും ചൈനയും ഒക്കെ ഉണ്ടായിരുന്ന ഒന്നിച്ചുണ്ടായിരുന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ ഒരു രാജാവായിരുന്നു. രാജാവിന്റെ പേരാ ഷഹരിയാർ. ഷഹരിയാർ രാജാവ് ഒരു ദിവസം എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ വേണ്ടാത്ത രീതിയിൽ പോയി. അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അന്നത്തെ രാജാക്കന്മാരല്ലയോ? പുള്ളി പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു പെണ്ണിനെ കൊള്ളത്തില്ല, എല്ലാരെയും കൊന്നേക്കാം. പുള്ളി ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഒരു ദിവസം കഴിയും, രാവിലെ ആകുമ്പം കഴുത്തങ്ങ് കണ്ടിക്കും. പിറ്റേന്നും അടുത്ത ആളിനെ കൊണ്ടുവരും. അങ്ങനെ ആ നാട്ടിലെ പെങ്കൊച്ചുങ്ങളെ എല്ലാം കൊണ്ടുവന്നിട്ട് ഈ രാജാവ് കൊലപ്പെടുത്തി. അവസാനം എന്ത് പറ്റി? ഈ നാട്ടിലെ പെൺകുട്ടികളൊന്നും ഇല്ലാതായി. നമ്മൾ രാജഭരണകാലത്തല്ല ജീവിക്കുന്നത്, നമ്മുടെ ഒരു ഭാഗ്യം കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ടുവച്ച് വല്ലൊരു കൊതേനും. അപ്പം മന്ത്രി ആകപ്പാടെ തലപകഞ്ഞ് ആലോചിച്ചു, ഇനി നാളെ രാജാവിന്
കൊണ്ടു കൊടുക്കാൻ ഈ രാജ്യത്ത് പെൺകുട്ടികൾ ആരുമില്ല. ചിലപ്പോൾ എൻ്റെ തന്നെ കഴുത്ത് മറ്റേനാൾ രാവിലെ നോക്കുമ്പോൾ പല്ല് തേക്കാൻ നോക്കുമ്പോൾ എൻ്റെ മുഖം കാണത്തില്ല, എൻ്റെ കഴുത്തിന് മുകളിലോട്ട് കാണത്തില്ല. ഇല്ലയോ? അങ്ങനെ വരത്തില്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെ. അപ്പൊ ഈ മന്ത്രിയുടെ 2 പെമ്മക്കളുണ്ട്. ഈ പെമ്മക്കളുടെ പേരൊക്കെ നിങ്ങളെല്ലാം എന്ന് ഓർത്തിരിക്കേണ്ടതാ. കാരണം ലോക സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളാണ് ഷെഹറാസാദും ദുനിയാസാദും. ആ പെൺകുട്ടികളുടെ പേരെന്താ? ഷെഹറാസാദും ദുനിയാസാദും. അപ്പൊ ഷെഹറാസാദിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഷെഹറാസാദ് പറഞ്ഞു, അച്ഛാ ഞാൻ പൊക്കോളാം, രാജാവിൻ്റെ മണിയറയിലേക്ക് ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് ഷെഹറാസാദ് നേരിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഷെഹറാസാദ് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാനൊരു കഥ പറയാം, അങ്ങ് ക്ഷമയോടെ കേൾക്കണം. ഈ കഥ അങ്ങക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലരുത്. അപ്പോൾ ഉടനെ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഷെഹറാസാദ് അന്നൊരു കഥ ഈ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. കഥ അങ്ങോട്ട് പറഞ്ഞ് അവസാനം ഒരു സസ്പെൻസിൽ അങ്ങോട്ട് നിർത്തി. നമ്മുടെ സീരിയൽ കാണത്തില്ലയോ? സീരിയൽ കാണുമ്പം ഒരു ദിവസത്തെ കഥ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത് എന്തുവാ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകുന്ന തരത്തിൽ ആ കഥ അവിടെ അവസാനിപ്പിച്ചു. നമ്മുടെ സീരിയലുകളുടെയൊക്കെ തലതൊട്ടപ്പന. അപ്പൊ രാജാവ് പറഞ്ഞു, ഇന്ന് നിന്നെ കൊല്ലുന്നില്ല, കണ്ടിക്കാനുള്ള വാളുമൊക്കെ എടുത്തവിടെ വെച്ചേക്കുക. ഇന്ന് നിന്നെ കൊല്ലുന്നില്ല, നാളെയാട്ട് ഒരു ഓഫർ കൊടുക്കും, ഒരു ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തു. പിറ്റേന്ന് വൈകിട്ടും ഷെഹറാസാദ് മറ്റൊരു കഥ പറഞ്ഞു. മറ്റേതിൻ്റെ കണക്ഷനായിട്ട് അടുത്തൊരു കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു, ഏത് ക്രൂരനായ രാജാവാണെങ്കിലും അദ്ദേഹം വിചാരിക്കും കൊള്ളാം, കഥ കൊള്ളാം, ഇതിൻ്റെ ബാക്കി കേൾക്കണം, അത് നാളെ. അങ്ങനെ ആ കഥകൾ 1001 രാത്രികൾ നീണ്ടു. 1001 രാത്രികൾ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം ഉണ്ട്? 3 വർഷത്തിന് മുകളിലുണ്ടല്ലേ? അത്രയും നാള് ഈ ഷെഹറാസാദിന്റെ കഥകൾ കേട്ട് രാജാവിന് മനം മാറ്റം ഉണ്ടായി. രാജാവ് ഈ കൊല്ലുന്ന പരിപാടി അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. അതാണ് കഥയ്ക്കൊരു ജീവന്റെ വിലയുണ്ടെന്ന് പറയുന്നത്. വിഷ്ണു ശർമ്മന്റെ കാര്യത്തിൽ ജീവിതത്തിന്റെ വിലയായിരുന്നു, ഇവിടെ ജീവന്റെ വിലയാ. അപ്പോ കഥകൾ എന്ന് പറഞ്ഞ കഥകൾ വായിക്കുന്നത് എന്തിനാണ്? ഇനിയും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കഥ എന്തിനാ വായിക്കുന്നത്? ജീവിതത്തിൻ്റെയാണ്. നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര മുഴുക്ക് നമ്മുടെ വായനയിലൂടെയാണ്, കഥാസ്വാദനത്തിലൂടെ. ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ കഥയ്ക്ക് കഴിയും. നിങ്ങളോട് എന്തെല്ലാം കാര്യം. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദേശം ഏതാ? ഉപദേശം. നിങ്ങൾ പറയുമല്ലോ, ഇഷ്ടമില്ലാത്ത ദേശം ഏതാന്ന് വെച്ചാൽ ഉപദേശമാന്ന് പറയും. പക്ഷെ ഇഷ്ടമുള്ളത് കഥയാണ്. കഥയിലൂടെ ഒരു കാര്യം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളത് മറക്കത്തില്ല. ബഷീറും ചെയ്തതാ. ബഷീറിന്റെ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ? അതോ പഠിക്കാനുള്ള ഈ പാത്തുമ്മയുടെ ആട് മാത്രമേ വായിച്ചിട്ടുള്ളൂ? പാത്തുമ്മയുടെ ആട് മാത്രമേ, വേറെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഒരാളെ വായിക്കുമ്പം അയാളുടെ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ മറ്റു കഥകൾ വായിക്കണം. ബഷീർ ഒരുപാട് കഥകളും കൊച്ചു നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അനുരാഗത്തിന്റെ ദിനങ്ങൾ, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു കഥയാ. ഭൂമിയുടെ അവകാശികൾ. ഓരോ കഥ പറയും. ബഷീറിന്റെ കഥകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ബഷീറിന്റെ കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുവാ, ബഷീർ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ആ എഴുതുന്ന രീതിയൊക്കെ കണ്ട്. ഓരോരുത്തർ സാഹിത്യമൊക്കെ എഴുതുന്നത് എങ്ങനെയാണ് കടുപ്പിച്ച് വലിയ കട്ടി വാചകങ്ങളിലൊക്കെ എഴുതുന്നത്. നമുക്ക് വായിച്ചാലും കേട്ടാലും ഒന്നും മനസ്സിലാവത്തില്ല. ആ തരത്തിലാണ് സാഹിത്യം എഴുതുന്നത്. അതേസമയം ബഷീർ എഴുതുന്നത് ഇങ്ങനെ വളരെ ലളിതമായിട്ട്, വളരെ നമുക്ക് ഏറ്റവും പരിചിതമായ വാക്കുകളുടെ ചുമ്മാ നമ്മളോട് കഥ പറയുക. അതാണ് ബഷീർ. ബഷീറിന്റെ ഒരു കഥയാണ് 1942 അദ്ദേഹം കുറെ കാലം ജയിലില്. എന്തിനാ ജയിലിൽ കിടന്നേ? തേങ്ങ മോഷ്ടിക്കാൻ പോയിട്ടാണോ? അല്ല, ഭാരതത്തിന്റെ
സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് കഥ എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല, സർക്കാരിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അയാളെ പിടിച്ച് ജയിലിലിടും. അങ്ങനെ ബഷീർ ജയിലിൽ കിടക്കുക. 1942 ബഷീർ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ സഹതടവുകാർക്കൊക്കെ ബോറടിച്ചു. ബഷീറിനെ കണ്ടോണ്ടല്ല, ഇന്നത്തെ പോലെ ജയിലിൽ അന്ന് പൊറോട്ടയും ഇറച്ചിയും ആഴ്ചയിൽ 2 ദിവസം മട്ടണും ചപ്പാത്തി ഒന്നും കിട്ടുന്ന കാലമല്ല. അന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഗോതമ്പുട്ടയെന്നാ. ഈ ഗോതമ്പുട്ടയിൽ നിന്ന് TV ഇല്ല, ആസ്വദിക്കാൻ വേറെ മാധ്യമങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ ബഷീർ കഥാകാരനായതുകൊണ്ടും ബഷീർ നല്ല നർമ്മരസികനായതുകൊണ്ടും ബഷീറിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കഥ കേൾക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കഥ, ഞങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കഥ എഴുതണം. അപ്പോൾ അവർ ജയിലധികാരികൾ അതിന് പേപ്പറൊക്കെ കൊടുത്തു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഒരു കഥ എഴുതി. ആ കഥയുടെ പേരാണ് പ്രേമലേഖനം. കഥയുടെ പേരെന്താ? പ്രേമലേഖനം. നാളെ ഇല്ലാതായി പോകുന്ന, ഇന്നില്ലാത്ത ഒരു സംഭവമാണ് ഈ പ്രേമലേഖനം. ഇന്ന് പ്രേമലേഖനം ഉണ്ടോ? എന്തുവാ പ്രേമലേഖനം? ഒരാളോട് ഇഷ്ടമാണെങ്കിൽ, പ്രണയമാണെങ്കിൽ അത് പറയാൻ വേണ്ടി, അന്നത്തെ പ്രണയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സാഹിത്യമാണ് അല്ലേ? എഴുത്തുണ്ട്, അക്ഷരങ്ങളുടെ കൈമാറ്റമുണ്ട്. ഇപ്പൊ അത് വേണ്ട. ലവ് യു ഡാ, എന്താ ഇങ്ങനെ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ അങ്ങോട്ടൊരു ചിഹ്നം ഇടും, ലവ് യു ഡാ. അവിടുന്ന് വേണ്ടായെങ്കിൽ തിരിച്ച്. അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. പിന്നെ തേപ്പ് എല്ലാവർക്കും അറിയാം അല്ലേ? പണ്ടങ്ങനല്ല. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയം നേടാൻ വേണ്ടി പ്രണയലേഖനം എഴുതും. ഇങ്ങനെ ഒരു പ്രണയലേഖനത്തിന്റെ കഥയാണ് ഈ പ്രേമലേഖനം എന്ന കഥയിൽ പറഞ്ഞ കൊച്ചു കഥയാണ്. വായിക്കണം അത് കേട്ടോ. കാരണം അതില് സാധാരണ കഥകൾ എഴുതുന്ന പോലല്ല. ഒരു പിന്നെ ഇതിനകത്തെ നായകന്റെ പേര് കേശവൻ നായരെന്നാണ്. നായികയുടെ പേര് ആർക്കെങ്കിലും പറയാം? സാറാമ്മ. വെരി ഗുഡ്. എന്താ നമ്മുടെ പേര്? ദേവി. വായിച്ചിട്ടുണ്ടല്ലേ? സാറാമ്മയും കേശവൻ നായരുമാണ് കഥാപാത്രം. കേശവൻ നായർ അവിടെ ഒരു ബാങ്കിൽ ചെറിയൊരു ജോലിയൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്ന. ഈ സാറാമ്മയുടെ വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. അപ്പൊ ഈ സാറാമ്മ എന്ന് പറയുന്നത് പഴയ സിൻഡ്രല്ലയുടെ കഥയിലെ പോലെ ഒരു രണ്ടാനമ്മയാണ് ഉള്ളത്. വീട്ടിലെ സാഹചര്യമൊന്നും അത്ര ശരിയല്ല. അവർക്ക് പൈസയില്ല. സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കാനൊന്നും കാശില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്. പക്ഷെ അവർക്ക് ബുദ്ധിയുണ്ട്. ഇന്നത്തെ കേശവൻ നായർ ഇടയ്ക്ക് പറയും, പെണ്ണുങ്ങളുടെ എല്ലാം മനസ്സ്, പണ്ട് ഒരുത്തിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ തല താഴെ വീണ് പൊട്ടിപ്പോയി. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. അതിനകത്തൊക്കെ ഒന്നുമില്ല, തലച്ചോറില്ല, നിലാവെളിച്ചമാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അന്ന് പിന്നെ പരസ്പരം ആ നിലാവെളിച്ചത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരുടെയും മനസ്സിൽ നിലാവെളിച്ചമാണ് എന്ന കണ്ടെത്തലിലേക്കാണ് ബഷീർ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാറാമ്മയിൽ ഇദ്ദേഹം അങ്ങ് അനുരക്തനാവും, പ്രണയം തോന്നും. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രേമലേഖനം എഴുതുകയാണ്. ആ പ്രേമലേഖനത്തിൻ്റെ ആ കഥ തുടങ്ങുന്ന എങ്ങനെയാണ്? ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ അങ്ങ് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ ഭവതിയോടുള്ള പ്രണയത്തിൽ മുഴുകി കഴിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായി. ഇത് കാണുമ്പോൾ സാറാമ്മ ഈ ചുരുട്ടിക്കുട്ടി ഒരു ഒറ്റ ഏറ് കൊടുക്കും. അപ്പം ബഷീറിൻ്റെ ഭാഷയിലാണ് ഈ നമ്മളൊരു കഥ പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലല്ല. ബഷീർ മധുരസുന്ദരമായ ഈ ലോകത്ത്, ബഷീറിൻ്റെ ഒരു ഭാഷയാണ് മധുരസുന്ദരമായ ഈ പ്രണയത്തെ, ഈ ക്രൂരഹൃദയ തട്ടിക്കളഞ്ഞു. അവിടുന്ന് ആ പ്രണയം വികസിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സാധാരണ നമ്മൾ പ്രേമിക്കുന്ന പോലെ അല്ല. ബൈക്ക് എടുത്തോണ്ട് ലവ് യു ഡായിനെ കൂട്ടി കറങ്ങാൻ പോവുകയൊന്നുമല്ല. അല്ലെങ്കിൽ പ്രേമം പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ആസിഡ് എടുത്ത് അവരുടെ മുഖത്തേക്ക് ഒഴിക്കുന്നതും ഒന്നും അല്ല പ്രണയം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവരോടുള്ള പ്രതികാരം. പ്രണയത്തിൽ
എന്തിനാ പ്രതികാരം? ഒരാളെ കൊല്ലണമെന്ന് തോന്നുന്ന മാനസികാവസ്ഥ എന്താ? കഥകൾ വായിക്കുന്നുണ്ടുള്ള ഗുണം അതാ. കഥകളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒക്കെ കേട്ടും വായിച്ച് നമ്മളില് ഒരു പരിവർത്തനം സംഭവിക്കണം. കഥയുടെ ഉദ്ദേശം അതാ. ഇവിടെ 2 മതത്തിൽപ്പെട്ടവരാണ്, സാറാമ്മയും കേശവൻ നായരും. രസകരമായിട്ടപ്പോ കേശവൻ നായർ പറയും, എന്നെ പ്രേമിക്കണം എന്ന് പറയുമ്പോൾ എവള് പറയും, പറ്റത്തില്ല, എനിക്ക് ശമ്പളം തരാമെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ മാസക്കൂലി 20 രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് പ്രണയിക്കുന്ന ജോലി അങ്ങ് ഏറ്റെടുക്കും. മാസക്കൂലി എത്ര? പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേഹത്ത് തൊടാൻ പോലും സാറാമ്മ സമ്മതിക്കത്തില്ല. ഒരു ദിവസം ഇദ്ദേഹം ചോദിക്കും, ഒരു കിസ് തന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മുടെ കരാറിൽ അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇതിനുള്ള ജോലിയായി, ഞാൻ പ്രേമിക്കുന്നുണ്ട്, ഞാൻ മരിച്ചു കളയും സാറാമ്മേ. ഞാൻ പറയുന്ന ഭാഷയിലല്ല, ബഷീറിന്റെ ഭാഷ, അത് വായിക്കണം കേട്ടോ. അപ്പൊ പറയും, മരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വേണ്ടി മരിക്കാനും തരാം, നീ മരിക്കുകയൊന്നും വേണ്ട, തലയെ കുത്തി ഇരിക്കാവെന്ന് ചോദിക്കും. ഉടനെ അങ്ങനെ കേശവൻ നായർ എന്ത് ചെയ്യും? സ്നേഹം നേടാൻ വേണ്ടി ശീർഷാസനത്തിൽ നിന്ന് കളയും. അപ്പൊ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, ലോകത്തൊരു കാമുകനും കാമുകിക്ക് വേണ്ടി തലയെ കുത്തി നിന്നിട്ടില്ല, അത്ര ത്യാഗമല്ലേ ഞാൻ ചെയ്തത്. അങ്ങനെ 5-6 മാസങ്ങളോളം ഈ പ്രണയം ഇങ്ങനെ തുടർന്നു പോകും. അവിടെ കേശവൻ നായർ എന്നും നിരാശനെ. കേശവൻ നായർ വായിക്കുന്നത് ഇവളിൽ യഥാർത്ഥത്തിൽ പ്രണയം ഉണ്ടോ? അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഏറ്റവും രസകരമായ ചില സംഭാഷണങ്ങളുണ്ട്. നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ ആറാമ പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ ഹിന്ദു അല്ലേ, അതിനെന്താ, നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാമല്ലോ. ഉടനെ എന്നിട്ട് പറയും, നമുക്ക് നാളെ ഒരു കുട്ടി ഉണ്ടാകുമ്പം അത് ഏത് മതത്തിൽ വളരും? ഉടനെ കേശവൻ നായർ പറയുന്നു, അവന് ഇഷ്ടമുള്ള മതത്തിൽ വളരട്ടെ, അവന് ഇഷ്ടമുള്ള മതത്തിൽ വളരട്ടെ. അവനെ നമ്മൾ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അവന് നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, അറിവ് പകർന്നു കൊടുക്കാം. അവന് ചിന്തിക്കുന്ന പ്രായമാകുമ്പോൾ അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്ന് അങ്ങനാണോ? ഇത് ഇന്ന് ചിന്തിക്കാനും വലിയ കാര്യങ്ങളുണ്ട്. ഇന്നലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരിടത്തൊരു ഭജന സംഘം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി നടത്തുകയാണ്. അവിടെ ക്രിസ്തു മതവും ഹിന്ദു മതവും വിശ്വാസികളും എല്ലാം ഒരേപോലെ ഇടകലർന്ന് ജീവിക്കുന്നിടത്ത് ഒരുപാട് സ്പർദ്ധയുണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കും. അവിടെ ഒരു ക്രിസ്തുവിന്റെ ഭക്തിഗാനം പാടിയപ്പോൾ കുറെ ആൾക്കാർ സമൂഹത്തിലെ വിഷം ചീറ്റുന്ന കുറെ പേര് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വാർത്ത ഏതാ? ഒന്നാലോചിച്ച് നോക്കിയേ. കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയവും അവരുടെ കണ്ടെത്തലുകളും അവിടെയാണ്. ഈ പിന്നെ നിങ്ങൾ സഞ്ചാരം പരിപാടി കാണാറുണ്ടോ? കാണാറില്ലേ? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ കാണാറില്ലേ? നിങ്ങൾ കാണണം. ഈ നമ്മുടെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് സഞ്ചാരം എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കുക മാത്രമല്ല, നമുക്ക് വേണ്ട വിവരങ്ങളും അതിനകത്ത് തരും. അതിൽ ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗം, അത് എനിക്ക് തോന്നുന്നു അതിന്റെ പേര് കസാഖിസ്ഥാനാണ്, അല്ല ഏതോ രാജ്യമാണ്. ശരിക്കും ഒരു മതം ഉള്ള രാജ്യമാണ്. പക്ഷെ 18 വയസ്സ് വരെ അവരുടെ സ്കൂളുകളിൽ അവരെ മതം പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ അച്ഛനമ്മമാരോ അധ്യാപകരോ ചെയ്യുകയാണെങ്കിൽ അവർ ജയിലിനകത്ത് കിടക്കില്ല. 18 വയസ്സ് വരെ അവിടെ ജനറൽ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. മതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്ന സാധനമാണോ? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. നമുക്കിഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിലും നമ്മുടെ മനുഷ്യത്വത്തിനും വരെയുള്ളൂ. മനുഷ്യത്വമില്ലാത്ത ഒന്നിനെ നമ്മൾ അംഗീകരിക്കരുത്. നമ്മൾ ജനിച്ചപ്പോൾ ഒരു മതത്തിൽ പെട്ടുപോയതുകൊണ്ട് അങ്ങ് ആയിപ്പോയെന്നേ ഉള്ളൂ. ആശുപത്രി വെച്ച് നമ്മുടെ കുഞ്ഞങ്ങ് മാറിപ്പോയിരുന്നെങ്കിലോ, നമ്മുടെ അമ്മയുടെ
കുഞ്ഞിനെ വേറൊരു അമ്മ എടുത്തുകൊണ്ട് പോയി, ഒരു ഇസ്ലാം മതത്തിൽ പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നുകൂടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു സംശയം ഇല്ലയോ, ഞങ്ങളുടെ അമ്മയ്ക്ക് മാറിപ്പോയേ? അങ്ങനെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മതത്തിലല്ലേ. അപ്പം മതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിപ്രായം മാത്രം. മതം മനുഷ്യനെ നന്നാക്കുമ്പോഴാണ്, മനുഷ്യന്റെ മാനവികത വളർത്തുമ്പോഴാണ് മതമാകുന്നത്. അല്ലെങ്കിൽ അത് മതമല്ല, മതഭ്രാന്ത. അങ്ങനെ ഒരു മതഭ്രാന്തനാണ് നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് വന്നത്. അങ്ങനെ ഒരു മതഭ്രാന്തന് ഈ വായിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ല. വായനയും അറിവും നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് വരത്തില്ല. അപ്പോൾ സാറാമ്മയും കേശവൻ നായരും കൂടെ ഇന്ന് സംസാരിക്കുമ്പം ചോദിക്കും, നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവൻ എന്തോ പേരിടും. പിന്നെ സാറാമ്മ പറഞ്ഞു, നമ്മുടെ മതത്തിൻ്റെ ഒന്നും വേണ്ടത്, അത് തിരിച്ചറിയും, അതുകൊണ്ട് വേറെ മതത്തിൻ്റെ ഇടാം. ഉടനെ കേശവൻ നായർ പറയും, അപ്പം വിചാരിക്കത്തില്ല ആ മതത്തിലുള്ളതെന്ന്. അപ്പോൾ അത് വേണ്ട, ഇതൊന്നും ഇല്ലാത്ത ഒരു പേര് നോക്കാം, നമുക്ക് ചൈനക്കാരൻ്റെ പേരിടാം. ഉടനെ കേശവൻ നായരോട് ചോദിക്കും, ഒരു ചൈനക്കാരൻ്റെ സാമ്പിൾ പറഞ്ഞേ. അപ്പോൾ പറയും ഡുങ്കുഡിങ്കോഹോ. പുള്ളി തന്നെ ഉണ്ടാക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഉടനെ സാറാമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ആഞ്ചെറുക്കനാണ്, മോനെ ഡുങ്കുഡിങ്കോഹോ. ഒരു സുഖമില്ല. ഒരു റഷ്യക്കാരൻ്റെ പേരിട്ടാലോ? ഉടനെ പറയാം, റഷ്യക്കാരൻ്റെ പേര് ചപ്ലോസ്കി. ഒന്നാലോചിച്ചു, ചപ്ലോസ്കി എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പേരിൻ്റെ അവസാനം സ്കി എന്ന് വരുന്നുണ്ട്, മൈക്കോസ്കി, തർക്കോസ്കി, ഇങ്ങനെയൊക്കെയുള്ള ഒരു പേര്. അതുപോലെ പുള്ളി ഒരു പേര് പറയാം, ചപ്ലോസ്കി. വേണ്ട, അത് കൊള്ളത്തില്ല. നമുക്ക് ജാതിയും മതവും ഇല്ലാത്ത പേര് നോക്കാം. ഉടനെ പുള്ളി കുറേ പേരുകൾ ഇടുകയാണ്. ആകാശം, കവിത, ഗദ്യകവിത, വ്യാകരണം, ഇങ്ങനെ കുറേ വാക്കുകൾ ഇട്ടു. വാക്കുകൾ എഴുതി രണ്ടുപേരും സെലക്ട് ചെയ്തിട്ട് അവസാനം ഇതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ടത് നറുക്കെടുത്തെടുക്കുക. എടുക്കുമ്പം കേശവൻ നായർക്ക് ആകാശം എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടി. സാറാമ്മയ്ക്ക് കിട്ടിയ വാക്ക് ഏതാ? എവിടെ പറഞ്ഞല്ലോ? പറഞ്ഞോ, വെരി ഗുഡ്. മുട്ടായി. നമ്മൾ വായിക്കുന്നുണ്ട് നല്ലപോലെ. മിഠായി എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടി. ഉടനെ പറഞ്ഞു, ഇത് മതി. ആകാശം ആരുടെയും സ്വന്തമല്ല, ഒരു ജാതിയുടെയും മതത്തിന്റെ സ്വന്തമല്ല. ആകാശത്തിന് ലിംഗഭേദമില്ല, മതഭേദമില്ല, ജാതിയില്ല, മിഠായിക്കും ഇല്ല. എല്ലാവർക്കും ഇഷ്ടമല്ലേ മിഠായി? മിഠായിക്ക് ജാതിയുണ്ടോ? അതോ മുസ്ലിങ്ങൾക്ക് മാത്രമേ മിഠായി ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം? അങ്ങനെയൊന്നുമില്ല. മിഠായിക്കും ആകാശത്തിനും ജാതിയില്ല. ജാതിയും മതവും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം പ്രിയപ്പെട്ടതാണ് ഇതെല്ലാം ഇവർക്ക് സ്വന്തമാണ്. അപ്പൊ പറയും, നമുക്ക് മിഠായി ആകാശം എന്നിടാം. അപ്പൊ കേശവൻ നായരന് അങ്ങനെ സുഖമില്ല. ആകാശ മിഠായി. അവരുടെ കുട്ടികൾക്കിട്ട പേരെന്തുവാ? ആകാശമിഠായി. ആകാശമിഠായി എന്ന് പറയുമ്പം നമ്മൾ കഥ വായിക്കുമ്പോൾ ഒരു തമാശ പറയുന്ന പോലെ പോകും. പക്ഷെ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കഥ പറയുമ്പോൾ കഥയിൽ ഒരുപാട് അറിവുകളുണ്ട്, നമ്മളെ സംസ്കരിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മളെല്ലാം ആകാശമിഠായികളായിട്ട് വളരണം. നമ്മളെന്താകണം? ആകാശമിഠായി. നമ്മുടെ മക്കളും ആകാശമിഠായികളായി വരണം. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തെങ്ങും ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലൂടെ ഉണ്ടാക്കിയത് ഇങ്ങനൊരു കാര്യത്തിൻ്റെ. മതമല്ല, മതഭ്രാന്ത് വേറെയാണ്. മതമുണ്ട്, മതം എല്ലാവർക്കും ഉണ്ട്, ആയിക്കോട്ടെ. പരമകാരുണികനായ അള്ളാഹുവും സ്നേഹത്തിൻ്റെ പര്യായമായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ നിന്റെ ആരെ സ്നേഹിക്കണം? അയൽക്കാരെ സ്നേഹിക്കണം, അല്ലേ? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? ഏറ്റവും ഇഷ്ടം ആരോടാ? ഇപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട് പറയാം എന്നോടാണ്, അങ്ങനെ പറയല്ലേ? ആരോടാ? ചേച്ചിയോട്. അതെന്തുകൊണ്ടാ? എനിക്കുണ്ടൊരു ചേച്ചി, ഇഷ്ടപ്പെടാവോ? ഏറ്റവും കൂടുതൽ ആരോടാണ് നമുക്ക് ഇഷ്ടം? നമ്മുടെ അച്ഛനോടാകാം, അമ്മയോടാകാം. പക്ഷേ അതൊക്കെ തെറ്റാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളോടാണ്. എൻ്റെ ചേച്ചി ആയതുകൊണ്ടല്ലയോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എൻ്റെ അച്ഛനായതുകൊണ്ടല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ മകനായതുകൊണ്ടല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണ്?
എന്നെ. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അങ്ങനെ വേണം താനും. നമ്മളെ സ്നേഹിച്ച് അതിലൂടെ ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വെറുതെ അല്ല പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിച്ചാൽ ഈ ലോകത്ത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മതങ്ങൾ, നമ്മുടെ ഹിന്ദു വിശ്വാസമായാലും എല്ലാം പ്രചരിപ്പിക്കേണ്ട അതാ, കാരുണ്യത്തിന്റെ വഴികളാണ്. ബഷീറിന്റെ ഈ കഥയില് ഈ ആകാശമിട്ടായി പറയുമ്പോൾ അവിടെയാണ് ജീവിതം സൗഖ്യമാകുന്നത്. എന്നിട്ട് വേറെയും ചില കാര്യങ്ങളിലൂടെ ആ കഥ പോകുന്നുണ്ട് കേട്ടോ. അവരുടെ ദാമ്പത്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇവരവിടുന്ന് ഒളിച്ചോടുക. എന്തായാലും സമൂഹം അറിഞ്ഞ് വിവാഹം നടത്തുന്നില്ല. കേശവൻ നായർ മറ്റൊരു ജോലി കിട്ടി പോകുമ്പോൾ സാറാമ്മയും ഒപ്പം പോവുകയാണ്. ആ കഥ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ പോകുന്നതിനൊക്കെ ചില രീതികളുണ്ട്. പോകുമ്പോൾ വെളുപ്പാക്കാലത്താണ് പോകുന്നത്. പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനെ കയറി 2-3 സ്റ്റേഷൻ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഉടനെ സാറാമ്മ 2 കാപ്പി ഓർഡർ ചെയ്തു. സാറാമ്മ പറഞ്ഞ് 2 കാപ്പി. പിന്നെ കേശവൻ നായർക്ക് ദേഷ്യം വന്നു. 2 ചായ. അതെന്താ അങ്ങനെ? സാറാമ്മയ്ക്ക് ഇഷ്ടം കാപ്പിയാ, കേശവൻ നായർക്ക് ചായയാ. നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും ഹിതങ്ങളും ഉണ്ട്. അവസാനം ആ കഥയിൽ പറയുന്നത് കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ പറയും, നമ്മൾ ഈ കഥകളിലും കവിതകളിലും ഒക്കെ ഓരോ അന്തരീക്ഷ വർണ്ണന ഉണ്ടല്ലോ. അപ്പോൾ കിഴക്ക് സൂര്യൻ സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ പുതിയൊരു ജീവിതം ആരംഭിക്കുക. ആ കഥയിൽ അങ്ങനെയാണ് പറയുന്നത്. സ്വർണം പോലെ കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. തങ്കം പോലെ ഒഴുകിയ നദിക്കുമീതെ തീവണ്ടി സാവധാനം ചലിച്ചുകൊണ്ടിരുന്നു. അവരുടെ ജീവിതം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പോവുകയാണ്. വളരെ സന്തോഷമായിട്ട് പോവുകയാണ്. മധുരോദാരമായി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ സാറാമ്മ പിന്നെയും പറയും, ഇത്രയും കാലം 5-6 മാസം കഷ്ടപ്പെട്ട് കാശ് മേടിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് പ്രേമിച്ചിട്ട് ഞാനൊരു കാപ്പി പറഞ്ഞപ്പോൾ ഇയാൾക്ക് കുടിക്കാൻ വിചാരിച്ചു. ഉടനെ കേശവൻ നായർ പറയും, നമുക്ക് വിവാഹിതരായി കഴിഞ്ഞാൽ 3 കാര്യത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം തരും. ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇന്ന് അതൊന്നും പറയാൻ പറ്റത്തില്ല. നിനക്ക് സ്വാതന്ത്ര്യം തരുമെന്നുള്ള വാക്കൊന്നും ഇന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കാലം മാറി. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. അപ്പോൾ പറയും 3 കാര്യങ്ങൾ. അപ്പം പുള്ളി ചോദിക്കും, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് കാപ്പി ആയിരിക്കുമല്ലോ, അയാൾക്ക് ചായ ആയിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ 2 അടുക്കള കാണുമോ? ഇല്ല, ഒറ്റ അടുക്കള കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ആരുടെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കും? അതെൻ്റെ പ്രണയിനിയുടെ, സാറാമ്മയുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹവും കഴിക്കാനുള്ള ഇതിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യ ജീവിതങ്ങളിലും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് കാപ്പി കുടിക്കണം, മറ്റേയാൾക്ക് ചായ കുടിക്കണം. ചിലപ്പം മറ്റേയാൾക്ക് ചായ ആണെങ്കിൽ നമുക്കും ചായ കുടിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഏകോപനം ഉണ്ടാകുന്നത്, ഒരു യൂണിറ്റി ഉണ്ടാകുന്നത്. പറയണേ എപ്പോഴാണ്? അപ്പൊ ആ ഒരു കഥയിലൂടെ തന്നെ നമുക്ക് എത്ര കാര്യങ്ങൾ. പ്രേമലേഖനം എന്ന് പറയുന്ന കഥ ഞാൻ ഈ പറഞ്ഞ പോലെ വിരസമായ രീതിയിലില്ല, കുറച്ച് തമാശകളൊക്കെ ആയിട്ടാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിലെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ഈ സാറാമ്മ തൊടാൻ പോലും സമ്മതിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഈ അവസാനം പിന്നെ പ്രണയമൊക്കെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് സാറാമ്മ കുനിഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കേശവൻ നായർ കുനിഞ്ഞ് സാറാമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. പെട്ടെന്നൊരു ചുംബനം കൊടുത്തു. എന്നിട്ട് പുള്ളി എഴുതുന്ന വാക്കാണ് ടപ്പ്. ബഷീറിന്റെ ശൈലി അതാ. ആ ടപ്പ് എന്ന് പറയുമ്പോൾ ചുംബനത്തിന്റെ ശബ്ദമാണോ ടപ്പ് എന്ന്? അതിലൊരുപാട് ആഴങ്ങളുണ്ട്. ഈ നീലവെളിച്ചം എന്നും പറഞ്ഞൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രേതത്തിന്റെ കഥയാണ്. ആ കഥയെ തിരക്കഥയാക്കിയോ അദ്ദേഹം. ഭാർഗവീ നിലയം നമ്മൾ സിനിമ ആയിട്ടില്ല. ഇപ്പോഴത്തെ നിങ്ങളാരും കേട്ടിട്ട് കാണത്തില്ല, പഴയ തലമുറ. പക്ഷെ അതിനകത്ത് ഒരു പാട്ട് ഇപ്പോഴും പ്രസിദ്ധമാണ്. കേട്ടിട്ടുണ്ടോ? പാട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കാണുമല്ലോ ഇതിനകത്ത്. ഇപ്പോഴത്തെ പുതിയ തലമുറ പാടുന്നതൊക്കെ ഞങ്ങൾ പാടിക്കൊണ്ട് നടന്ന പഴയ പാട്ടുകളാണ്.
ആ ഭാർഗവീ നിലയത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ നിങ്ങൾക്ക് തിരക്കഥ രചിക്കാനൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? ഇപ്പോഴത്തെ തിരക്കഥ എഴുതിക്കുന്നില്ലയോ? ഒരു കഥയെ എങ്ങനെയാണ് തിരക്കഥ എഴുതുമ്പോൾ ഒരു രംഗത്ത് എങ്ങനെയൊക്കെ ഉണ്ട്, സംഭാഷണങ്ങൾ എങ്ങനെ എഴുതണം. പക്ഷേ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്നെ. ഭാർഗവി കറുകു പൊതിഞ്ഞു ഒന്ന് നിലത്ത് വീണു, തിരക്കഥയ്ക്കകത്ത് എഴുതി വെച്ചേക്കുന്നത്. അതാണ് ബഷീറിന്റെ ഭാഷ. ശശികുമാറിന്റെ ചന്തിക്ക് 12 അടി. ഇങ്ങനെ ആരെങ്കിലും തിരക്കഥയിൽ എഴുതി വെക്കുമോ? നമ്മൾ എഴുതി വെക്കുന്ന അങ്ങനെയാണ്. ശശികുമാറിനെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ കളിയായിട്ട് പുറത്തടിക്കുന്നു. ഇങ്ങനെ എഴുതി വെക്കുന്നതിന് ഇതേ വാക്കിലാണ് എഴുതി വെക്കുന്നത്. ബഷീറിന്റെ കഥകളൊക്കെ അങ്ങനെ. വേറെ നിങ്ങൾ വായിച്ചിട്ടുള്ള കഥ ഏതുണ്ട്? ഭൂമിയുടെ അവകാശികൾ പഠിച്ചാണോ? ഭൂമിയുടെ അവകാശികൾ മനുഷ്യന്റെ അഹങ്കാരത്തിന് മെയ്തെ എയ്യുന്ന ഒരു അസ്ത്രം. പക്ഷെ വായിക്കുമ്പോൾ നമുക്കൊരു തമാശ കഥയായിട്ട് തോന്നും. ബഷീർ ഒരിക്കല് മുറ്റത്തിരിക്കുക, പുള്ളിക്ക് ഇച്ചിരി വസ്തുവൊക്കെ കൈ കിട്ടി, എഴുതി കിട്ടി. എവിടുന്നാ? നമ്മൾ കാശ് കൊടുത്ത് വസ്തു മേടിക്കുമ്പം നമുക്കൊരു പ്രമാണം എഴുതി കിട്ടും, ആധാരം കിട്ടുമല്ലോ. ഒരു 5 സെന്റ് സ്ഥലം കിട്ടി. ആ സ്ഥലം പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞത്, ഈ ഭൂഗോളത്തിൽ അണ്ടകടാഹത്തിൽ ഇച്ചിരി പിടിയോളം പോകുന്ന ഭാഗത്തിന്റെ 5 സെന്റ് ഭൂമിയുടെ ഉടമയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഗമയിലായിരിക്കുന്നത്. നമുക്കും വീടുണ്ടാവും, നമുക്ക് സ്വന്തമായിട്ടൊരു പേനയുണ്ടാവും, സ്വന്തമായിട്ട് സൈക്കിൾ ഉണ്ടാവും. ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു അഹങ്കാരമുണ്ട് അല്ലേ? നമ്മുടേതാണ് എന്നൊരു അഹങ്കാരമുണ്ട്. ഈ ഭൂമിയുടെ അവകാശി ആരാണ് എന്നുള്ള ചിന്ത അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക, ഗമയിലിരിക്കുക. ഈ ഭൂഗോളത്തിൽ ഇച്ചിരി പിടിയോളം പോകുന്ന ഭാഗത്തെ സ്ഥലത്തിന് ഉടമയായി കഴിയുന്നു. ആ ഗർഭിലിരിക്കുമ്പോഴാണ് ഒരു മൂർഖൻ പാമ്പ്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ സഖാവ് മൂർഖൻ. അതുപോലെ അണ്ണാൻ, കോഴികൾ, കോടിക്കണക്കിനായ ജീവപ്രാണികൾ, ഇവരെല്ലാം ഇങ്ങനെയുടെ സമ്മതമില്ലാതെ ഈ ഭൂമി കയറി കറങ്ങുക. നോക്കിയേ, നമ്മൾ കരം കൊടുക്കുന്ന, നമുക്ക് സ്വന്തമെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന, നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? അങ്ങനൊരു ചിന്തയാണിത്. ബഷീർ ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം നമുക്കൊരുത്തനും കിട്ടിയ സ്ത്രീധനമല്ല. ലോകത്തെ കോടാനുകോടി പക്ഷിമൃഗാദികൾക്ക്, അണ്ണാനും ഉറുമ്പിനും പാറ്റയ്ക്കും കോഴിക്കും പാമ്പിനും പട്ടിക്കും എല്ലാം അവകാശപ്പെട്ട, അല്ലേ അവരെ ഇങ്ങോട്ട് പോകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം ഈ ഭൂമിയുടെ അവകാശി ആരാ? നമ്മളാണോ? നമുക്കെല്ലാം ഉള്ള ഒരു അഹന്തയുടെ നേർക്കുള്ള ഒരു കുന്തമാണ്, ഒരു എയ്ത്താണ് ഈ കഥ. ഇങ്ങനെയാണ് ബഷീറിന്റെ ഓരോ കഥയും വായിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ ഒരുപാട് വകകളാണ്, തമാശകൾ ഉണ്ടാവും. ഈ തമാശകളിലൂടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഒരു കഥ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭാഷ അറിയണം അല്ലേ? അതിനേക്കാൾ ഉപരിയായിട്ട് അനുഭവങ്ങൾ വേണം. നമ്മുടെ മലയാളത്തിലെ സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ അനുഭവ പാരമ്പര്യമുള്ള ഒരു കഥാകാരനാണ് ബഷീർ. ദാരിദ്ര്യം, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? നമുക്കൊരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വന്നിട്ടില്ല. അഥവാ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്വമേധയാ നടത്തുന്ന, ചിലപ്പോൾ എന്തെങ്കിലും മേടിച്ചു തന്നില്ല, സൈക്കിൾ മേടിച്ചു തന്നില്ലല്ലോ, മൊബൈൽ മേടിച്ചു തന്നില്ലല്ലോ, ഇന്ന് വൈകിട്ട് കഴിക്കാതിരുന്നേക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളൊക്കെ അങ്ങനെ കടുത്ത പ്രതിഷേധങ്ങളാണ്. നമ്മൾ ഒരുപാട് മാനസിക വൈകല്യങ്ങളുള്ളവരായിട്ടാണ് വളരുന്നത്. കൊച്ചുകുട്ടികളുടെ ആത്മഹത്യ എത്രയില്ല ഈ രാജ്യത്ത് ഇല്ലയോ? നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ, പത്രം വായിക്കാറുണ്ടോ? വായനയുടെ കാര്യം, പത്രം വായിക്കണം, എല്ലാം അറിയണം. അറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പരീക്ഷ പാസ്സായില്ലെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്ന പേടി 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ കേൾക്കുന്ന വാർത്തകളാണ്. ഇതിനൊക്കെയുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ. എന്താ? വായനയാണ്, അറിയലാണ്. അറിയുന്തോറും നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നത്. പഞ്ചതന്ത്രത്തിലേക്ക് നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ ഒരു ജീവിതമാണ്, ഒരു രാജ്യത്തിന്റെ ഭാവിയാണ് അറിവെന്ന് പറയുന്നത്. നമ്മുടെ അറിവ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പൗരന്മാരാണ്. നമ്മുടെ അറിവ് നമ്മുടെ രാജ്യത്തിനാണ് പ്രയോജനപ്പെട്ടത് കേട്ടോ.
അതുകൊണ്ട് നമ്മളെല്ലാം വായിക്കും. വായിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഇത് കൈപൊക്കിക്കേ. അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്തിനാ? വായിക്കുമല്ലോ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തരുമോ? ബഷീറിൻ്റെ എന്ന് വേണമെന്നില്ല. നമുക്ക് ആരെയാ ഇഷ്ടം എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബഷീറിനെ ആവാം, ചിലപ്പോൾ മറ്റുള്ള കഥാകാരന്മാരെ ആകാം. ആരെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് നമ്മൾ വായിക്കണം. കഥകളും നോവലുകളും. ബഷീറിൻ്റെ കഥകളെ കുറിച്ചൊക്കെ പറയാൻ ഈ ഒരു ചെറിയ സമയമൊന്നും പോരാ, ഒത്തിരി സമയം വേണം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ നമ്മുടെ അന്തരീക്ഷത്തിന് ചൂട് കൂടുന്നതിന് മുമ്പ് അതുപോലെ നിങ്ങൾ വായിക്കേണ്ട വേറൊരു പുസ്തകം കൂടെ ശുപാർശ ചെയ്യാം. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. ആ ആനയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വലിയ തറവാട്ടിൽ പിറന്ന ഒരു വലിയ പണമൊക്കെ ഉള്ള ഒരു വീട്ടിൽ പിറന്ന ഒരു കുഞ്ഞുതാച്ചുമ്മയ അതിനെ പ്രധാന കഥാപാത്രം. കുഞ്ഞുതാച്ചുമ്മ മൊത്തം കയ്യെ മുഴുക്ക സ്വർണ്ണ വളയൊക്കെ ഇട്ട്, അവർക്ക് പണ്ടൊന്നും പഠിക്കുകയൊന്നും വേണ്ട, വലിയ കാശുണ്ടെങ്കിൽ ഒന്നും പഠിക്കുകയൊന്നും വേണ്ട. കുഞ്ഞുതാച്ചുമ്മ എന്ത് ചെയ്യും? അവർക്കൊരു മോളുണ്ട്, ഫാത്തിമ, കുഞ്ഞു ഫാത്തിമ. കുറച്ച് കഴിയുമ്പോൾ കടമൊക്കെ കയറി ഈ വീട് മുഴുക്കെ ജപ്തിയായി അവർ ദാരിദ്ര്യത്തിലേക്ക് വരിക. ഇവര് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. അവരപ്പോഴും പറയുന്നത്, അവര് പണ്ട് കടന്നുപോയ ഒരു ഫ്യൂഡലിസം ഉണ്ടല്ലോ, ജന്മിത്തം, പഴയ ജന്മിത്തത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടാവുന്നു, കൊമ്പനാന. അവസാനം ഇവരുടെ മകളും ഒന്നും വല്ലാതെ ആയി. അവര് വിദ്യാഭ്യാസം വേണ്ട തരത്തിൽ കൊടുക്കാതെ അവരും ഈ അന്ധകാരത്തിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തും. അവിടെ വെച്ചാണ് വിദ്യാഭ്യാസമുള്ള നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് താമസിക്കാൻ വരികയും ഈ കൊച്ചിനെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കുഞ്ഞു ഫാത്തിമയ്ക്ക് അവര് വെളിച്ചത്തിലേക്ക്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കല്യാണമൊന്നും നടക്കാതായി കഴിയുമ്പോൾ മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോകും. മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ അടിയൊക്കെ പോകും. അന്ന് പഴയ മന്ത്രവാദം പറഞ്ഞ അടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത ഈ കാലഘട്ടത്തിലും മന്ത്രവാദവും ദുരഭിമാനക്കൊലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല അടിയൊക്കെ കൊടുക്കും. ബോധം കെട്ട് കിടക്കുന്നിടത്ത് തോന്നി ഈ നിസാർ അഹമ്മദാണ് എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ബോധം വീഴുന്ന സമയത്ത് വെട്ടം ഇങ്ങനെ കണ്ണിലോട്ടടിക്കും. ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചം കണ്ണിലോട്ടടിക്കുക. അടിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണ് തുറക്കാൻ വയ്യ. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? വെളിച്ചത്തിന് എന്തുവാ വെളിച്ചം? വെളിച്ചത്തിന് വെളിച്ചമല്ലേ? അവൾ ഉദ്ദേശിക്കുന്ന അതല്ല. അവള് അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്കാണ് ഈ കുഞ്ഞു ഫാത്തിമ കണ്ണു തുറക്കുന്നത്. അറിവിന്റെ വെളിച്ചത്തിൽ. ആ വെളിച്ചത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ആ വെളിച്ചം നമുക്കെല്ലാം ഉണ്ടാകണം. വായനയിലൂടെയും അറിവിലൂടെയും നേടുന്ന ആ വെളിച്ചം നമുക്കും ഉണ്ടാകട്ടെ. ആ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്നറിയാം. ആ വെളിച്ചം നിങ്ങളെല്ലാം അനുഭവിക്കണം. നിങ്ങളെല്ലാം ഈ നാടിൻ്റെ വലിയ വലിയ ഭാഗതയെ നിർണ്ണയിക്കുന്ന ആൾക്കാരായിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ ഇൻട്രാക്ഷൻ അദ്ദേഹത്തോട് ഈ ബഷീറിൻ്റെ സാഹിത്യ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വായിച്ചിട്ടുള്ള കൃതികളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സംഭാഷണങ്ങളെ സംബന്ധിച്ച്, കഥാപാത്രങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വായിച്ചപ്പോൾ ഉണ്ടായ സംശയം അവിടെ ഒന്ന് ചോദിച്ചാലും മതി. അനാമികയാണോ? യെസ്. മൈക്കിലൂടെ തന്നെ പറ. മോൻ അറിയാം. വായിച്ചുള്ള സംശയം മോൻ പറഞ്ഞാൽ മതി. ബഷീറിന്റെ കവിതകളും കഥകളൊക്കെ എല്ലാവരും വായിക്കാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കവിതകളും കഥകളുമാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. പിന്നെ ബഷീർ ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പിന്നെ ഭൂമിയുടെ അവകാശികൾ എല്ലാം വളരെ ശ്രദ്ധേയമായ കഥകളാണ്. ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം
ആനവാരി രാമൻ നായർ. പിന്നെ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട് ഇല്ലേ? ആ ഏതാണ്ടും ചോദിക്കാൻ വന്നായിരുന്നു. അതെ. ആനവാരി രാമൻ നായർ അറിയോ? വായിച്ചിട്ടില്ല. പോയി. എന്ത് ചോദിക്കാൻ മോൻ വന്നതാണ്? ചോദിക്കാൻ വന്നത് എന്താ? ബഷീറിന്റെ കഥകളും നോവലുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം ബഷീറിന്റെ കവിതകളല്ല ബഷീർ എഴുതിയത്, എല്ലാ കഥകളും നോവലുകളും ഒക്കെയാണ്. അപ്പം അത് ഇഷ്ടപ്പെടാനുള്ള കാരണമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലളിതസുന്ദരമായ ഭാഷ. അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ അനുഭവങ്ങളെ അതുപോലെ പകർത്തുക എന്നുള്ളതാണ്. അപ്പം വേറെ വളച്ചുകെട്ടലുകളൊന്നുമില്ല. പക്ഷെ അതിലൂടെ അദ്ദേഹം ഒരുപാട് ആഴങ്ങളിലേക്ക് കടക്കും. അതേപോലെ തമാശയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ പ്രസിഡന്റ് ആനവാരി രാമൻ നായർ. ആനവാരി രാമൻ നായർക്ക് ആ പേര് കിട്ടി എങ്ങനെയാണെന്നറിയോ? ഇദ്ദേഹത്തിനൊരു കഥാപ്രപഞ്ചമുണ്ട്. അവിടെ കുറേ അയൽക്കാരൊക്കെ ഉണ്ട്, ഒത്തിരി കഥാപാത്രങ്ങൾ. മുച്ചീട്ട് കളിക്കാരനും പിന്നെ റൗഡി പോക്കറും ഒറ്റക്കണ്ണം പോക്കറും അങ്ങനെ കുറേ കഥ. അതിലൊരാളാണ് ആനവാരി രാമൻ നായർ. ഇപ്പം ഇവരുടെ നാട്ടിലെ 2 ആനയുണ്ട്, നീലാണ്ടനും കൊച്ചു പാർവതിയും. 2 ആനകളാണ്. അപ്പം ഈ ആനവാരി രാമൻ നായർക്ക് ചില്ലറ മോഷണമൊക്കെ ഉണ്ട്. രാത്രി പോയി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വീട്ടിൽ അന്ന് കൃഷിയൊക്കെ ഉള്ള കാലം, കൃഷിയുള്ള സമയത്ത് ചാണകമൊക്കെ എടുത്തിട്ട് പോകുമല്ലോ. അപ്പോൾ പുള്ളി ഒരു പിന്നെ അന്ന് ഈ ചാണകക്കൊട്ടയെന്ന് പറയും. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ചാണകക്കൊട്ടയത്ത് പിന്നെ വള്ളിക്കൊട്ടയുണ്ട്, ചാണകക്കൊട്ടയുണ്ട്. ചാണകക്കൊട്ടയെ കൊണ്ട് തൂമ്പായൊക്കെ എടുത്തുകൊണ്ട് അയൽ വീട്ടിൽ നിന്ന് ചാണകം കട്ട് വാരാൻ പോവാ. ഈ നീലാണ്ടൻ ആനയെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ചാണകമാണെന്ന് കരുതി ആനയെ വെട്ടി ഇത് ആന ചാടി എണ്ണീച്ചു ഇയാൾ ജീവനും കൊണ്ടുപോയി. അത് ആനവാരി രാമൻ നായർ. ഈ ആനവാരി രാമൻ നായരെ ആരോ പെണ്ണുങ്ങൾ ചതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പെൺവർഗത്തോട് തന്നെ വിരോധമാണ്, സ്ത്രീ വിദ്വേഷിയ. അങ്ങനെ കുറേ കഥാപാത്രങ്ങളാണ് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഈ നാട്ടിലെ 2 ആനകളാണ് നേരത്തെ പറഞ്ഞ നീലാണ്ടനും കൊച്ചു പാർവതിയും. കൊച്ചു പാർവതി വളരെ നല്ല ആനയാണ് കേട്ടോ, ആരെയും ഉപദ്രവിക്കത്തില്ല, നല്ല ശാന്ത സ്വഭാവം. നീലാണ്ടനാണെങ്കിൽ ലോക പോക്കറിയ, ഗജപോക്കിരി എന്ന് പറയത്തില്ല. പക്ഷേ ആനവാരി രാമൻ നായർക്ക് പെൺവർഗത്തെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ കൊച്ചു പാർവതി കാണുക നീലാണ്ടന് പഴം മേടിച്ചുകൊണ്ട് കൊടുക്കും, കൊച്ചു പാർവതിയെ കല്ലുപെറുക്കി എറിയും. നീലാണ്ടനെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ രസകരമായ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ചോദിക്കാനുണ്ടോ അവരെ? വാ എന്നിട്ട് മോളെ ഇനി ആരാ? ഇവിടെ വന്ന് ചോദിച്ചു. ഇതൊക്കെ ഒരു അനുഭവമല്ലേ? എളുപ്പം പറഞ്ഞു. ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന കാരണമാണ്. അതിന്റെ കാരണം മാത്രം. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് ചോദിച്ചിട്ട് ഒന്നിച്ച് സാർ പറയും. ഇനി ആരാ മക്കളെ? എണീറ്റോ. ബോയ്സിലാരാ? എണീക്ക് മക്കളെ, എണീക്ക്. മോനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എപ്പോഴും ചോദിക്കണം, കുനിഞ്ഞിരിക്കില്ല. അവിടെ മോൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തലമുറ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കണം. ബഷീറിനെ ഭ്രാന്ത് പിടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാരണം എന്താ? ഒന്നിച്ച് പറയാൻ മോനെ. ഗേൾസ് എളുപ്പം തയ്യാറാ സാർ, ഒന്നിച്ച് പറയും. ഇനി ഗേൾസിനി ഇല്ലേ? ഇപ്പം ബോയ്സ് ആണല്ലോ കൂടി വന്നേ ഇപ്പോൾ. യെസ്, യെസ്, ഓക്കെ. ഇനിയും ഗേൾസ് ആരെയും എന്താ വാ മോളെ. അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം സാർ. അത് വേണമല്ലോ, അതാണല്ലോ അതെ. ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ബഷീർ തൻ്റെ കഥകളും രചനകളും ഒക്കെ രചിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബഷീറിയൻ ശൈലി എന്ന് വിളിക്കാറുണ്ട്. അപ്പം മറ്റൊരു സാഹിത്യകാരന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ശൈലി? ഇനി ആരാ മക്കളെ? ആകുമ്പോൾ ബഷീറിനെ പോലെ വേറെ ആർക്കും ഹാസ്യമായ രീതിയിലൊന്നും എഴുതാൻ
കഴിഞ്ഞോ? ഇനി ആരാ മക്കളെ? ഇനി ആരാ? ആ ഓക്കെ ഓക്കെ. ഈ പിന്നണിയിൽ നിന്ന് ആരും വന്നില്ല കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് അല്ലേ? അദ്ദേഹം ജനിച്ച എവിടാന്നറിയാമല്ലോ? നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള വൈക്കത്ത് തലയോലപ്പറമ്പിലാണ്. ഒരു കാലഘട്ടത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ തട്ടകവും അദ്ദേഹത്തിൻ്റെ ജീവിതവും കോഴിക്കോട്ടേക്ക് മാറ്റി. കോഴിക്കോട്ട് ഒരു തുറമുഖ സ്ഥലമായിരുന്ന ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. കോഴിക്കോടിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ വലിയ സാഹിത്യാസ്വാദം, വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. ബേപ്പൂരിൽ ഇദ്ദേഹം അവിടെ ഒരു ചക്രവർത്തിയായിട്ട്, സാഹിത്യ മേഖലയിൽ അന്നത്തെ ഒരു ചക്രവർത്തിയായിട്ടാണ്, സുൽത്താനായിട്ട് തന്നെയാണ്, സുൽത്താൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ ക്രമേണ സാഹിത്യകാരന്മാരെ വിളിച്ച് മറ്റുള്ളവർ വിളിച്ചാണ് അത് ബേപ്പൂർ സുൽത്താൻ. ഇദ്ദേഹം അത് സ്വയം അത് ആസ്വദിക്കുകയും ചെയ്തു. പിന്നെ ബഷീറിൻ്റെ ഹാസ്യശൈലി അല്ലേ? ബഷീറിൻ്റെ ഹാസ്യശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിന് മാത്രമേ ഉള്ളായിരുന്നു. ഹാസ്യം അതുപോലെ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഓരോരുത്തരുടെ ശൈലി ഓരോന്നാണ്. വി കെൻ്റെ ശൈലി, വി കെ എന്ന് പറയുന്ന സാഹിത്യകാരനുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം അത് വായിച്ചാൽ അത്രയും മനസ്സിലാവത്തില്ല. വി കെൻ്റെ ശൈലി വേറൊരു തരത്തിലുള്ള ആക്ഷേപഹാസ്യമാണ്. പക്ഷെ ബഷീറിൻ ശൈലി എന്ന് പറയുന്നത് ഒരു നിർമ്മലമായ, ഏത് കുട്ടിക്കും ഏത് മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശൈലി, കാലത്തിന് അതീതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ശൈലി. ആ ശൈലി മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, അത് അനുകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബഷീറിന് ഭ്രാന്ത് വരുമോ എന്നുള്ള ചോദ്യം അല്ലേ? ബഷീറിന് ഭ്രാന്ത് വരുന്നതിനെ കുറിച്ച് ബഷീറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സാധാരണ ഭ്രാന്തല്ല, സാഹിത്യകാരന്മാർക്കെല്ലാം ഇച്ചിരി ഭ്രാന്ത് കിട്ടും കേട്ടോ. അതെ 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 എം ടി വാസുദേവനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയുന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഭ്രാന്താണെന്ന് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു പറഞ്ഞാൽ ഒന്ന് ഒരുപാട് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചൊരു ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്ന ആളാണ്, കൂടുതലുണ്ടാവും. അദ്ദേഹത്തെ പിന്നെ ചികിത്സിക്കാനൊക്കെ കൊണ്ടുപോയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് പിന്നെ താമസബന്ധെ വരുവാൻ പാട്ട് ട്യൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ളൊരു വിവാദമൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ പിച്ചാത്തി കാണിച്ചിട്ടാണ്. പുള്ളി കത്തി കടാരിയൊക്കെ കൊണ്ട് കാണിച്ചു കളയും. യോഗ ഒക്കെ ചെയ്ത അത് ശീർഷാസനം ചെയ്യുന്ന കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞില്ലേ? ഗുസ്തി ചാമ്പ്യനായിരുന്നു. അതെ, നല്ല കായികാഭ്യാസമൊക്കെ ആയിരുന്നു. ഇളകി കഴിയുമ്പോൾ ആർക്കും അടുത്തില്ല, മറ്റേ കത്തിയൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ ഓടിക്കും. ഒരിക്കലൊരു ആള് ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു. ആരാ അവിടെ നിൽക്കുന്നത്? ഒരാരാധകനാണ്. നമ്മൾ സാഹിത്യകാരന്മാർ അവിടെ നിന്ന് ആരാധിച്ചാൽ മതി, എന്നിട്ട് പോയിക്കോ. ആ, അതാണ് അദ്ദേഹത്തിന്റെ ശൈലി. പിന്നെ വേറൊരു ചോദ്യം, പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു നേരത്തെ. അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യ സമരം നടക്കും, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ വൈക്കത്ത് വെച്ചാണ് അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ പോകുന്ന ചോദ്യം ചോദിച്ചു. ഗാന്ധിജിയെ കാണാൻ പോയിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഉമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ ഗാന്ധിനെ കണ്ടു, ഞാൻ ഗാന്ധിനെ തൊട്ടു. എന്ത് പളപളപ്പാണെന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ഗാന്ധിജിയുടെയൊക്കെ ആശയങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ഇത്രേ ചോദിച്ചുള്ളൂ. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും വേറെ ആരുടെയെങ്കിലും ചോദ്യത്തിന് മറുപടി പറയാനുണ്ടോ? നമ്മൾ ആര്യ എന്താക്കി മറുപടി ആയോ? എന്താണ് ചോദിച്ചേ? ബഷീറിയൻ ശൈലി നല്ല ചോദ്യമാണ്. ബഷീറിയൻ ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ബഷീറിന്റെ ഒരു യുണീക്കായിട്ടുള്ളൊരു ശൈലിയാണ്. അദ്ദേഹം വേറെ ആരെയും അനുകരിച്ചില്ല. സാധാരണ നമ്മളൊരു കഥ എഴുതണമെങ്കിലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കഥ എഴുതണമെന്ന് തോന്നുന്നു, ഒരു ലേഖനം എഴുതണമെന്ന് തോന്നി, നമ്മളെന്ത് ചെയ്യും? നമ്മൾ കുറച്ച് പഴയ മാതൃകകൾ എടുക്കും. എങ്ങനെയായിരിക്കണം കഥ തുടങ്ങേണ്ടത്, എങ്ങനെയായിരിക്കണം അത് അവസാനിപ്പിക്കേണ്ടത്, ഏത് ശൈലിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ശൈലി നമ്മളിലേക്ക് വരികയും ചെയ്യും.
നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ആരാധനാപാത്രങ്ങളുടെ. പക്ഷെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം വളരെ ഫ്ലാറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിലാണ്. അദ്ദേഹത്തിന് തോന്നുന്നത് ശരിക്കും ഒന്ന് അടുക്കിപ്പെറുക്കലുണ്ട്. നമ്മളത് ഇതുപോലെ സൂക്ഷിച്ച് വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ആ ശൈലി വേറെ ഒരാൾക്കും അനുകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എല്ലാവർക്കും ഓരോ ശൈലിയുണ്ട് കേട്ടോ. വി കെന് അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്, ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്, എം ഡിയുടെ ശൈലിയുണ്ട്, തകഴിക്ക് ബഷീർ അതുപോലെ ബഷീർ. പക്ഷെ ബഷീറിൻ ശൈലി എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്. ബുദ്ധിപരമായിട്ട് മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും കുട്ടികളും, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശൈലി ആയതുകൊണ്ടാണ് ബഷീർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കഥകളേക്കാൾ ബഷീർ വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബഷീറിനെയാണ് നമ്മൾ പെട്ടെന്ന് അറിയുന്നത്. ബഷീറിൻ്റെ ഏതെങ്കിലും കഥ പറയാൻ പറയുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മളിലേക്ക് ബഷീർ വരും. ഒ വി വിജയനെ കുറിച്ച് പറയുമ്പം വിജയന്റെ കാര്യമല്ല ഓർക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം, അവിടെ പുസ്തകം വലുതായി. അപ്പൊ നിങ്ങളും നല്ല കഥാകാരന്മാരാകട്ടെ. ഈ ലോകത്തിലെ മികച്ച സംഭാവനകൾ എല്ലാവരും വായിക്കണം കേട്ടോ. എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും വായിക്കണം. വായനയിലൂടെ നേരത്തെ പറഞ്ഞ വെളിച്ചത്തിന്റെ വെളിച്ചം നിങ്ങളിലേക്ക് എത്തണം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? സാറേ, ഒരു പരിസ്ഥിതി സ്നേഹി എന്നുള്ള രീതിയിൽ ബഷീറിൻ്റെ ബഷീറിന്റെ പരിസ്ഥിതി സ്നേഹം ഞാൻ അതെല്ലാം ഏകദേശം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ലോകം ഒരുത്തരും സ്ത്രീധനമായി കിട്ടിയതല്ല. ഇവിടെ പാറ്റായ്ക്കും പഴുതാരയ്ക്കും പാമ്പിനും പല്ലിക്കും നമുക്കും എല്ലാം ജീവിക്കാൻ അവകാശമുണ്ട്. അല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകും? വേറൊരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലെങ്കിൽ നമ്മളുമില്ല. വൃക്ഷങ്ങളായാലും ഈ ബഷീറിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കൂടുതലും സംസാരിക്കുന്നത് പക്ഷികളുമായിട്ടും മൃഗങ്ങളും ഒക്കെ ആയിട്ടാണ്. മതിലുകൾ എന്ന് പറയുന്ന സിനിമയെ കണ്ടാണോ? കഥ വായിച്ചിരുന്ന സിനിമ. അപ്പോൾ അതിനകത്ത് അണ്ണാനോടൊക്കെയാ കള്ള ബടുക്കൂസേ എന്ന് അണ്ണാനോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ സംസാരിക്കാൻ പറ്റുമോ? ഈ ഫാത്തിമയുടെ എന്തോ മറ്റേ ഇന്ദുപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിനകത്ത് കുഞ്ഞു ഫാത്തിമ ആ പണത്തിൻ്റെ തടവിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പം അവളെ ലോകത്തിൻ്റെ വിശാലമായ ലോകത്ത് പരിസ്ഥിതിയിലേക്ക് ഇറങ്ങുക. അവിടെ അവളെ മീനുകളുമായിട്ടും പുഴുക്കളുമായിട്ടൊക്കെ സംസാരിക്കാം. അട്ട, ചോര കുടിക്കുന്ന അട്ടയുണ്ടല്ലോ, ഇവിടെ കയ്യെ കയറി കടിച്ചിട്ട് ചോര കൊണ്ട് വീർത്ത് കഴിയും. അപ്പം അതിനെ കൊല്ലാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. എന്നിട്ട് അതിനെ സ്നേഹപൂർവ്വം നീ ഇനിയും കടിക്കുമോ, ഇനി ആരെയും കടിച്ചരുത് കേട്ടോ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ശാസിച്ചാണ് വിടുന്നത്. അതാണ് അതെ, അതായിരുന്നു ബഷീർ.